രാജ്യസഭാ MP വി ശിവദാസന്റെ 2021-22 വർഷത്തെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് അനുവദിച്ച ആംബുലൻസിന്റെ പ്രവർത്തനോദ്ഘാടനം ഫ്ളാഗ് ഓഫ് ചെയ്ത് MP വി ശിവദാസൻ നിർവഹിച്ചു. ഇന്നലകളിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, സാമൂഹ്യ ബോധവൽക്കരണം, ഇതൊക്കെയാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയുടെ അടിത്തറ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ തുക പ്രതിശീർഷ ചെലവ് നീക്കിവെക്കുന്ന, ചെലവഴിക്കുന്ന സംസ്ഥാനത്തിന്റെ പേരേതാണ് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിനുള്ള ഉത്തരം കേരളം എന്നാണ്. കേരളം എന്നാണ്. 24 കോടി ജനങ്ങളുള്ള ഉത്തർപ്രദേശിൽ ചിലവഴിക്കുന്ന ആരോഗ്യ മേഖലയുടെ ചിലവിനേക്കാളേറെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി തുക ചെലവഴിക്കുന്നു എന്നുള്ളത് ആരോഗ്യ മേഖലയ്ക്ക് കേരളം നൽകുന്ന പ്രാധാന്യമാണ്. ദേശീയ ശരാശരിയേക്കാൾ ആരോഗ്യ മേഖലയിൽ കേരളം കൂടിയ തുക ചെലവഴിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തുക ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്നു എന്ന് പറയുമ്പോൾ ആകെ ഹെൽത്ത് സെക്ടറിൽ ചെലവഴിക്കുന്ന തുകയുടെ 75% കൂടുതലും ചെലവഴിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. എന്നാൽ ഇന്ത്യയുടെ നികുതി ഘടന നോക്കിക്കഴിഞ്ഞാൽ നികുതി അതിന്റെ ഭൂരിപക്ഷവും ശേഖരിച്ചു കൊണ്ടുപോകുന്നത് ഡൽഹിയിലെ തമ്പുരാക്കന്മാരാണ്. അതാണ് വ്യത്യാസം. ഡൽഹിയിലേക്കാണ് നികുതിയുടെ ഭൂരിപക്ഷം പോകുന്നത്. പരിപാടിയിൽ ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ വി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാനപ്പെട്ട മലയോര മേഖലയിലെ ആദിവാസി മേഖലകളിൽ നിന്ന് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള രോഗികൾ എത്തുന്ന ഈ ആശുപത്രിയുടെ മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ നിലയിലാണ് ഇവിടെ ബഹുമാനപ്പെട്ട രാജ്യസഭാ MP-യുടെ ഒരു കൈത്താങ്ങായി ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ആംബുലൻസ് കൂടി നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മുടെ ഇരിട്ടി നഗരസഭയിൽ ഇപ്പം അടുത്ത 2 മാസം കൊണ്ട് തന്നെ MP-യുടെ കോടിക്കണക്കിന് രൂപയാണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇരിട്ടി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ സോയ സ്വാഗതവും ഇരിട്ടി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് M നന്ദിയും പറഞ്ഞു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ RK ഷൈജു, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PV അബ്ദുൾ റഷീദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ധനിഷ P, വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K രാജൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷ PV, ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അജയൻ പായം, K ശ്രീലത, PP ഉസ്മാൻ, PK ജനാർദ്ദനൻ, രാമദാസ് എടക്കാനം, C അബ്ദുള്ള, ജോൺ കൊച്ചുകരോൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. MP ഫണ്ടിൽ നിന്നും ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്കുള്ള ആംബുലൻസിനായി തുക ചെലവഴിച്ചത് ഉചിതമായ തീരുമാനമാണെന്നും കേരളത്തിന്റെ ആരോഗ്യ മേഖല സുസജ്ജമാണെന്നും MP അഭിപ്രായപ്പെട്ടു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.